ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാൻലി തൻ്റെ അച്ഛനോട് ഈശ്വരൻ തന്നെ അതിനൊരു മറുപടി തരണം, ഈശ്വരൻ തന്നെ എന്നെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെയായി ഹർഷനെ തന്നെയാണ് കാണിക്കുന്നത്. ഹർഷൻ അമ്പലത്തിൽ വന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഹർഷൻ തൻ്റെ കൂട്ടുകാരനോട് പറയണേ, അതെ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി വന്നതാ, അല്ല നീ എന്താ ഇവിടെ എന്ന് ഹർഷൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കിവിടെ വേണ്ടപ്പെട്ട ആളുകളെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹർഷനും ഈ പറയുന്ന കൂട്ടുകാരനും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ആ വഴി കാർത്തിക വരികയാണ്. കാർത്തികയും സത്യഭാമയും കൂടി വരികയാണ് കേട്ടോ. എന്നാൽ മറ്റൊരു സൈഡിലൂടെ ഇങ്ങനെ മധുശ്രീ വരുന്നുണ്ട്. അങ്ങനെ മധുശ്രീ വരുമ്പോൾ കാണുന്ന കാഴ്ച ഹർഷനെ ആയിരിക്കും. അയ്യോ ഇതവനല്ലേ, ഈശ്വര പെട്ടല്ലോ, എന്തൊരു ദുർവിധി, ഈ മരണത്തെ ഒഴിവാക്കാൻ ഒരു തരത്തിൽ കാർത്തികയെ ഞാൻ അകത്തി നിർത്തിയത്, ഇവനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ ആ നുണക്കഥകൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈശ്വരൻ അതാ ഇവനെ കാർത്തികയ്ക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നു. ഈശ്വര പെട്ടല്ലോ, ഈ അവസാന നിമിഷം എല്ലാം കൈവിട്ടു പോകുമല്ലോ, ഇനി എന്ത് ചെയ്യണം, എന്തായാലും കൈവിട്ട കളി തന്നെ ഞാൻ കളിക്കാമെന്ന് ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഒരു സൈഡിൽ വിഷ്ണുവും കാർത്തികയും സത്യഭാമയും ഇങ്ങനെ ഇറങ്ങിയിട്ട് ഹർഷൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കൈവിട്ട കളി തന്നെ ആവട്ടെ, ഇതിൽ ആരും ഇങ്ങനെ കളിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ അടുത്തോട്ട് കാർത്തികയുടെ അടുത്തോട്ട് മധുശ്രീ ഓടി വരാൻ കേട്ടോ. അങ്ങനെ മധുശ്രീ ഓടി വരുമ്പോൾ സത്യഭാമ അങ്ങനെ ഫോണിൽ സംസാരിക്കണേ, അതെ നിങ്ങൾ അമ്പലത്തിലോട്ട് വന്നതാ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിനെ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സത്യഭാമ തൻ്റെ ഫോൺ വെക്കാണ്. അപ്പോൾ ഉടൻ തന്നെ കാർത്തികയാണെങ്കിലും മധുശ്രീയെ പരിചയമില്ലാത്ത ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ കാർത്തിക ചോദിക്കുകയാണ്, നിങ്ങൾ അമ്പലത്തിലോട്ട് വന്നതാണ് എന്നിങ്ങനെ മധുശ്രീ ചോദിച്ചില്ല. അപ്പോൾ കാർത്തിക എന്തോ ഒരു ഉടായ്പാണ്, എന്തോ ഒന്ന് പറയാനായിട്ട് വന്നതാണെന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഹർഷൻ മുന്നിലുണ്ട്. പക്ഷേ കാർത്തിക കാണുന്നില്ല. ഹർഷനും കൂട്ടുകാരനും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ സത്യമേ നിങ്ങൾ അമ്പലത്തിൽ വന്നതാണ്, അത് പിന്നെ നിനക്ക് കണ്ടാ അറിഞ്ഞൂടെ ഇത് അമ്പലമാണെന്ന്, പിന്നെ എന്താ ചോദിക്കാനുള്ളത്? സത്യമേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എന്തിനാണ് ഈ സുഖമില്ലാത്ത വഴിയിലൂടെയൊക്കെ പോകുന്നത്? അമ്പലത്തിൽ പോകുന്ന വഴി നേർവഴി ഇത് തന്നെയാണ്. ഏയ് സത്യമമ്മേ അത് തെറ്റാണ്. അത് കേൾക്കുന്ന വിഷ്ണു പറയണേ, അമ്മേ ഇവളുടെ വർത്താനം കേട്ടാൽ കഥ ഒന്നിങ്ങ് വന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്ന് പറയുമ്പോൾ സത്യമേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. കുബേരൻ്റെ കാര്യമൊക്കെ അറിയില്ല, വടക്ക് വശത്ത് കൂടെ നടന്നാലാണ് അമ്പലത്തിൽ നമ്മൾ വരുന്നത്, എന്തിനാ ധനവും ഈ പറയുന്ന സമ്പത്തും സമാധാനവും ഒക്കത്തിന് വേണ്ടിയല്ലേ, എന്നാൽ ഈ വർഷത്ത് കൂടെ പോകുന്നതല്ലേ എപ്പോഴും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സത്യാമ്മക്ക് ഇതൊക്കെ വേണ്ടാതായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമ്പത്തും സമാധാനം എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മക്ക് അതിൽ വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മ പറയണേ, പിന്നെ എനിക്കതൊക്കെ വേണ്ട, അപ്പോൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ വടക്ക് വശത്ത് കൂടെ കയറുക, അതാണ് നല്ലത് എന്ന് പറയുമ്പോൾ സത്യാമ്മ പറയണേ, ഇതല്ലേ വഴി, അങ്ങനെയൊന്നുമില്ല സത്യാമ്മ ഇതിനെ വാ എന്ന് പറയാം കേട്ടോ. ഇതേ സമയം മധുശ്രീയുടെ വാക്കുകൾ കേൾക്കണ്ട എന്ന് അവിടെ കാർത്തികയുടെ മുന്നിൽ വെച്ച് വിഷ്ണു പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ശാന്തിക്കാരനുണ്ട്, അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ വിവാഹത്തിന് മുന്നേ വിവാഹത്തിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ വിവാഹം നടത്താനുള്ള ആ പൂജകളൊക്കെ അയാൾ പറഞ്ഞു തരും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒത്താശ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ചെയ്യാനറിയാം എന്ന് സത്യാമ്മ പറയാണ്. എൻ്റെ സത്യാമ്മ എൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ഒരു വിലയും കൊടുക്കാതിരിക്കേണ്ട, ശാന്തിക്കാരൻ വേണ്ട വടക്ക് വശത്ത് കൂടെ പോയിക്കോ, കുബേരൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് ആ ഒരു കഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത സത്യാമ്മക്ക് തന്നെ, അല്ലെങ്കിൽ പണവും പ്രൗഢിയൊക്കെ അങ്ങ് നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മക്ക് ഉള്ളിൽ ഭീഷണി വന്നു കേട്ടോ. അങ്ങനെ സത്യാമ്മക്ക് തന്നെ ഒരു ഭീതി വന്നു. അങ്ങനെ സത്യാമ്മ അങ്ങ് ആ വശത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഹർഷനെ ഇവിടെ നിൽക്കുന്നുണ്ട്. കാർത്തികയും കാണുന്നില്ല, വിഷ്ണുവും കാണുന്നില്ല, സത്യാമ്മയും കാണുന്നില്ല. മധുശ്രീ രക്ഷപ്പെട്ടു, ഒരു മരണത്തെ ഒഴിവാക്കി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ കാണാം ഇപ്പുറത്ത് ശാലിനി ഈ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ. ശാലിനി ആണെങ്കിൽ IAS വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച, കാറിൽ നിന്ന് ഇറങ്ങിയോടെ തന്നെ കാണുന്നത് ഹർഷനെ ആയിരിക്കും കേട്ടോ. ഹർഷനെ കാണുന്ന ശാലിനി, ഈശ്വര എനിക്ക് മുന്നിൽ എൻ്റെ ഈശ്വരൻ വഴി തുറന്നു എന്നിങ്ങനെ ശാലിനി നെഞ്ചത്ത് കൈവച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ മധുശ്രീ, അയ്യോ ഒരു മരണത്തെ ഇറക്കി വിട്ടപ്പോൾ അടുത്ത മരണം കയറി വന്നല്ലോ, ഇനി ഈ മരണത്തെ എങ്ങനെ ഞാൻ ഇറക്കി വിടും? അവൾക്ക് മുന്നിൽ ഹർഷനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാം തീർന്നു, ഈ നിമിഷം തീർന്നു, എൻ്റെ കഥകളെല്ലാം പൊളി, ഈശ്വര ഞാൻ പെട്ടല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് കാണാം പെട്ടെന്ന് മുന്നിലോട്ട് ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശാലിനി ഹർഷൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ്. അപ്പോൾ കടന്ന കൈ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് കാർത്തിക് എന്ത് ചെയ്യും, ആ സ്ത്രീയെ അങ്ങ് തട്ടിയിടുമ്പോൾ ശാലിനിയുടെ മേത്തോട്ട് ആ സ്ത്രീ ചെന്ന് വീഴുകയാണ്. അതോടുകൂടി കാർത്തിക് ഓട്ടം ഓടാനായിട്ട്. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കെട്ടിപ്പിടഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും അമ്പലത്തിനുള്ളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ശാലിനി എവിടോട്ടാണ് പോയതെന്ന് ശാലിനിക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ സമയം കാർത്തികയാണ് വീഴ്ത്തിയിട്ടെന്ന് നന്നായിട്ട് ഇങ്ങനെ ശാലിനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴേക്കും ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്തല്ല തെറ്റിയെന്നൊക്കെ പറയുമ്പോൾ മോളെ എനിക്കറിയാം അവളാണ് ചെയ്തതെന്ന്, അപ്പോഴേനെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ കൊന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡ്രൈവർ വന്ന് ശാലിനിയെ എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശാലിനി എണീറ്റ് നിന്നിട്ട് ഹർഷനെ തിരക്കണം, പക്ഷേ ഹർഷൻ അവിടെ എവിടെയും കാണുന്നില്ല. അങ്ങനെ അമ്പലത്തിലെ സെക്യൂരിറ്റിയുടെ അടുത്തോട്ട് ശാലിനി ഓടിച്ചില്ലാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ലല്ലോ, ഇവിടെ എവിടെയും കണ്ടോ, ഇല്ല കണ്ടില്ല, എന്നാൽ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാൻ നിങ്ങളുടെ നമ്പറൊന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ വാട്സപ്പ് നമ്പർ മേടിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ശാലിനി അമ്പലത്തിനുള്ളിലോട്ട് കയറുകയാണ്. ഇതേ സമയം സത്യഭാമയും കാർത്തികയും വിഷ്ണു അമ്പലത്തിനുള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ സത്യഭാമ പറയണ ആ പറഞ്ഞതുപോലെ മധുശ്രീ പറഞ്ഞതുപോലെ വിവാഹം നല്ലപോലെ നടക്കണം. അപ്പോൾ ഇന്നിൻ്റെ പൂജകളൊക്കെ ഉണ്ട്, ഞാൻ ആ പൂജക്കുള്ളത് ചെയ്തിട്ട് വരാൻ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയണം. അപ്പോഴാണ് കാർത്തികയുടെ ബാഗിൽ ഇങ്ങനെ ഹർഷൻ ഇങ്ങനെ വഴിപാട് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന കേട്ടോ. ആ ഒരു പൈസ അടക്കുന്ന ബില്ല് ചെയ്യുന്ന ആ സ്ഥലത്തോട്ട് സത്യാമ്മയും ചെല്ലണം. അപ്പോൾ കാർത്തിക ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകണം. ഈശ്വര, ഇവനെ ഈ മാരണത്തെ ഇവരുടെ മുന്നിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഇവൻ ഇവരുടെ മുന്നിലോട്ട് തന്നെ ചാടി വരുന്നല്ലോ, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ സത്യാമ്മയുടെ മുന്നിൽ ഹർഷൻ നിൽക്കുന്നുണ്ട്. കാർത്തികയും വിഷ്ണു ഇപ്പുറത്തോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ശാലിനിയാണെങ്കിൽ അകത്തോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ സത്യാമ്മ പെട്ടെന്ന് ഇങ്ങനെ ഈ ഹർഷൻ്റെ പിറകിൽ ഇങ്ങനെ നിന്നിട്ട് വഴിപാടിനുള്ള പൈസ കൊടുക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കാണാം വലിയൊരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു കേട്ടോ. അതായത് കാർത്തികയും വിഷ്ണുവിൻ്റെയും വിവാഹമാണ് നാളെ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലെക്സ്. അത് കാണുന്ന സത്യാമ്മ പിന്നീട് ഓടിച്ചെല്ലാണ് ആ ഫ്ലെക്സിലോട്ട്. അപ്പോഴേക്കും മധുഷിയാണെങ്കിലോ കാർത്തികയും വിഷ്ണുവിനെയും അവിടെ നിന്ന് മാറ്റണം എന്നൊരു തീരുമാനത്തോടു കൂടി അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് മധുഷിയെ പോലും ഞെട്ടിപ്പിച്ച് സത്യാമ്മ വിഷ്ണു കാർത്തിക ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടോ. പക്ഷെ ആ വിളികൾക്ക് വലിയ ഉത്തരവൊന്നും കാർത്തിക നൽകിയല്ല, പക്ഷേ വിഷ്ണു ആണ് പോകുന്നത്. അങ്ങനെ വിഷ്ണു പോകുമ്പോൾ ഇതങ്ങ് നോക്ക്, നിൻ്റെ കല്യാണമാണ് നാളെ ഫ്ലക്സ് വെച്ചിരിക്കുന്നത്, ഇവർ ഈ അമ്പലത്തിക്കാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഉടനെ തന്നെ വിഷ്ണു അങ്ങ് ചൂടാകാണ്. മറ്റുള്ളവരൊക്കെ മുന്നിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് അമ്മ ഇതൊക്കെ ചെയ്യുന്നത്, എന്ത് നെറികെട്ട സ്വഭാവമാണ് അമ്മയുടെ എന്ന് പറയുമ്പോൾ മധുഷിയാണെങ്കിൽ കാർത്തികയുടെ അടുത്തോട്ട് ചെന്നിരിക്കണം. അങ്ങനെ പറയാണ്, അതെ ഞാൻ നിന്നെ ഓരോ സമയത്തും നിന്നെ രക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്, എന്തായാലും നീ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തോ, കല്യാണം പെട്ടെന്ന് നടത്തിക്കോ, നിനക്കൊപ്പം ഞാനുണ്ട്, ഞാൻ പറഞ്ഞത് കേൾക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ കാർത്തിക് പറയാൻ ശരി എന്ന് പറയണ്ട. അപ്പോഴേക്കും സത്യമ്മ നീ എന്താടി അവളോട് സംസാരിച്ചും കൊണ്ടിരിക്കുന്നതെന്ന് കാർത്തികയോട് പറയാം. അങ്ങ് വാ എന്ന് പറഞ്ഞ് കാർത്തികയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ കാർത്തികയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനുള്ള അത്ര ഇതുണ്ട് കേട്ടോ. അപ്പോൾ വിഷ്ണു ഇങ്ങനെ തുറിച്ച് നോക്കണേ, നീ ഇത്ര വല്ലാതെ സന്തോഷിക്കേണ്ടിടേ എന്ന ആ ഒരു ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ സത്യമ്മ പറയണേ നീ എന്തിനാ അവളെങ്ങനെ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഹർഷനാണെങ്കിൽ വഴിപാടൊക്കെ കഴിഞ്ഞ് തൻ്റെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശാലിനി ഓടി വരികയാണ്. ഈ ഹർഷൻ നിന്ന സ്ഥലത്തോട്ട് എത്തുമ്പോഴേക്കും ഹർഷൻ തിരിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ശാലിനി ഈ അർച്ചന ചെയ്യുന്ന ഈ കമ്മിറ്റി ഓഫീസ് ഉണ്ടല്ലോ, ആ കമ്മിറ്റി ഓഫീസിൻ്റെ അവിടോട്ട് ശാലിനി ചെല്ലണം. അങ്ങനെ കമ്മിറ്റിക്കാരോട് പറയണേ ഒരു ഹർഷൻ എന്ന് പറയുന്ന ആളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുമോ എന്ന് പറയണം. കാരണം ശാലിനി IAS കാര്യമാണെന്നല്ലോ, അതുകൊണ്ട് തന്നെ അവർ ആ ഓർഡർ കേൾക്കണം. അങ്ങനെ അവർ മൈക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് ഹർഷനെ വിളിക്കുക, ഹർഷൻ എന്ന് പറയുന്ന ആൾ ഈ പരിസരത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് പറയണം. പക്ഷെ ഹർഷൻ കേൾക്കുന്നില്ല. ഹർഷൻ കാറിനുള്ളിൽ ഡോർ അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഹർഷൻ കേൾക്കുന്നില്ല. ഹർഷൻ എന്ന വിളി കേൾക്കുമ്പോൾ കാർത്തികയുടെ പിടിവിട്ട് പോവാണ് കേട്ടോ. ഈശ്വര, എൻ്റെ ഹർഷൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 4 പുറം ഇങ്ങനെ പരതാണ് കേട്ടോ. അപ്പോഴേക്കും മധുശ്രീ പറയണേ, എന്താടി നിനക്ക് എത്ര പാഠം പഠിച്ചാലും പഠിയില്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത്, നീ പ്രണയിക്കുന്ന ആൾ മാത്രമേ ഹർഷനുള്ളൂ, വേറെ ആരും ഈ ഭൂമിയിൽ ഇന്ന് ഹർഷനില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന കാർത്തികയ്ക്ക് വലിയൊരു ഇതൊന്നും കിട്ടില്ല. ഹർഷൻ്റെ പേര് കേൾക്കുമ്പോൾ കാർത്തികയുടെ മനസ്സമാധാനം പോയിരിക്കുകയാണ്. അങ്ങനെ കമ്മിറ്റി ഓഫീസിൽ നിന്നും ഹർഷനെ വിളിച്ചിട്ടും വരുന്നില്ല. അത് കാണുമ്പോൾ ശാലിനി നിറകണ്ണുകളോടുകൂടി പുറത്തിറങ്ങുമ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുന്നത് വിഷ്ണു ആയിരിക്കട്ടെ. വിഷ്ണുവിനെ കാണുന്ന ശാലിനി കണ്ണുകളോട് കൂടിയിട്ട് ഇങ്ങനെ ആ നിറകണ്ണുകളോട് കൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന വിഷ്ണുവിന് സങ്കടമാങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ശാലിനി പറയണേ, വിഷ്ണുവേട്ടൻ എപ്പോഴും വിഷ്ണുവേട്ടനോട് എന്നും ഏത് സമയത്തും ഞാൻ എൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കാറില്ല, ഞാൻ തനിയാണ് എൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വിഷ്ണുവേട്ടനോട് സങ്കടം പങ്കുവെക്കാൻ പങ്കുവെക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊരു തോന്നൽ. അപ്പോൾ വിഷ്ണു പറയണേ, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഒരുപാട് ഓടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ വേണം, വിഷ്ണുവേട്ടൻ ഇല്ലാതെ എനിക്ക് കഴിയില്ല, വിഷ്ണുവേട്ടനെയാണ് എൻ്റെ ലോകം എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണുവിന് സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ഇങ്ങനെ സമാധാനിപ്പിക്കാൻ തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്താണ് സത്യഭാമ ആ വഴി വരുന്നത് കേട്ടോ. അങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട്, ശാലിനി നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, അല്ല വിഷ്ണുട്ടാ, എനിക്ക് പറ്റാവുന്നത് അത്രത്തോളം ഞാൻ ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് എതിരാണെന്നാണ് തോന്നുന്നത്, എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ വിട്ടു പോകുമോ എന്നൊരു ഭയം എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്ന സമയത്ത് വിഷ്ണു സമാധാനിക്കടോ എന്ന് പറഞ്ഞിട്ട് കൈകൾ പിടിക്കുന്നുണ്ട്. ആ കൈകൾ ഇങ്ങനെ പിടിച്ച് പതുക്കെ വിഷ്ണു തൻ്റെ നെഞ്ചോട് ഇങ്ങനെ ചേർക്കാൻ ഒരുങ്ങുമ്പോൾ സത്യഭാമ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല കിട്ടുക്കുന്ന സീൻ തന്നെയാണ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഹർഷനെ കിട്ടും, കല്യാണം മുടങ്ങും, നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. സത്യഭാമ ഇതുവരെ തൻ്റെ സാരിത്തുമ്പിൽ കെട്ടിയിരിക്കുന്ന ആ മകൻ ഇനി മകനല്ലാതായി മാറാണ്. മകൻ ഇനി ചിറക് വെച്ചിരിക്കുന്ന ആ ഒരു ഇതേപോലെ പക്ഷിയെപ്പോലെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. അത് ശാലിനിയുടെ കൂടെ ആയിരിക്കും. പക്ഷേ സത്യഭാമയുടെ ജയിൽവാസം ഇനി വിഷ്ണുവിന് നിൽക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ സീൻ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമുക്കൊക്കെ ബോറടിച്ചെങ്കിലും കൂടി ഇനിയുള്ള എപ്പിസോഡുകൾ ത്രില്ലിങ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ.